സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെട്ടുക്കിളിക്ക് രാജാവില്ല, എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. അണിയണിയായി അത് പുറപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയും. അച്ചടക്കത്തോടെ നടക്കുക എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രമമായിട്ട് നമ്മെ നടത്തുന്നവനാണ്. അവൻ സകലതും ക്രമീകരിക്കുന്നവനാണ്. ഈ വെട്ടുക്കിളികൾ എത്ര ചിട്ടയോടെ ജീവിക്കുന്നു എന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വെട്ടുക്കിളിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അതിൻ്റെ കാലുകൾ കണ്ടിട്ടുണ്ടോ? വളരെ നേർത്ത കാലാണ്. ശരിക്കും പിടിച്ചാൽ അത് ഒടിഞ്ഞു പോകും. അതിൻ്റെ കാലുകൾ വളരെ മൃദുവായതാണ്, ചെറുതാണ്. ആ വെട്ടുക്കിളിയുടെ ഭാരം നോക്കുകയാണെങ്കിൽ അതിന് വളരെ ഭാരം കുറവായതാണ് കാണാം. ദൈവം വെട്ടുക്കിളിയുടെ കൂട്ടത്തെ മിസ്രൈമിലേക്ക് അയച്ചപ്പോൾ ആ കൂട്ടമായിട്ട് വന്നതായ സമയത്ത് അത് വയലിൻ്റെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ വയൽ മുഴുവൻ ആ കിളികൾ വന്നിട്ട് മുഴുവൻ തിന്നു നശിപ്പിച്ച് മുൻപോട്ട് പോകുന്നതായിട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. എന്താണ്? വളരെ ബലഹീനമായിരിക്കുന്ന ഒരു കിളിയായിരിക്കുന്ന ആ പക്ഷിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതൊരു കൂട്ടമായിട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നിറവേറപ്പെടുവാൻ ഇടയായി. ആ വെട്ടുകിളിയുടെ കൂട്ടം മുഴുവൻ വന്ന് ഭക്ഷിച്ചിട്ട് പോയി. ഫലമെല്ലാം തിന്നു നശിപ്പിക്കുവാനിടയാകുന്നു. കാരണം അത് ഐക്യതയോടുകൂടി ചിട്ടയായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് ദൈവം കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുന്നതാണ്. നാമും ദൈവത്തിൻ്റെ വചനം കേട്ട് ചിട്ടയോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങൾ നമ്മിൽ നടക്കും. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരമെന്ന പോലെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എല്ലാത്തിലും കീഴടങ്ങിയിരിപ്പീൻ. ആ ചിട്ട മാറിയപ്പോൾ ആഹാബ് ഇസബേലായി, ഇസബേല് ആഹാബിന്റെ സ്ഥാനം ഏറ്റെടുത്തു. ആ രാജ്യത്തിന് എന്ത് സംഭവിച്ചു? അത് നശിച്ചുപോയി. അവരുടെ ആൺമക്കൾക്ക് എന്തു പറ്റി? അവർ മരിച്ചുപോയി. അവരുടെ അന്ത്യം എന്തായിത്തീർന്നു? നായ്ക്കൾ വന്നിട്ട് അവരുടെ രക്തം, രാജാവിന്റെ രക്തം നായ് വന്ന് കുടിക്കുവാൻ തക്കവണ്ണം. എന്താണ്? രാജ്ഞിയുടെ ശരീരം വന്ന് നായ്ക്കൾ കടിക്കുകയോ? എന്താണത്? ദൈവത്തിന്റെ ഉദ്ദേശത്തെ തള്ളിക്കളയുന്നവർ അവസാനം ഗതികെട്ടവരായിട്ട് മാറാനിടയാകും. വെട്ടുക്കിളികളെ കണ്ട് പഠിച്ചുകൊള്ളുക, ചിട്ടയായിട്ട് ജീവിക്കുക. ചില ആളുകളെ അറിയാമോ? ക്യൂവിൽ നിൽക്കുന്നതായ സമയത്തും ഒന്നും തള്ളുമുണ്ടാക്കിക്കൊണ്ടിരിക്കും. ക്യൂവിൽ നിൽക്കുന്നതായ സമയത്ത് ആ ചിട്ട പാലിക്കുക. ആഹാരം കഴിക്കുന്നതായ സമയത്ത്, വിവാഹത്തിൻ്റെ റിസപ്ഷൻ നടക്കുന്നതായ സമയത്ത്, ആഹാരം കഴിക്കുന്ന സമയത്ത് പ്ലേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നത് കാണാം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവിടെ നിൽക്കണം. പ്രായമുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ആഹാരം വാങ്ങിയിട്ട് ആദ്യം അവർക്ക് കൊണ്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ ബലഹീനരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വികലാംഗർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. വെട്ടുക്കിളിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് നേതാക്കന്മാർ ഒന്നും തന്നെ ഇല്ല. മൈക്കിൽ അനൗൺസ്മെന്റ് ചെയ്ത് അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്ന് പറയാൻ ആരുമില്ല. റോഡിൽ കൂട്ടം കൂടി നിൽക്കുവാൻ പാടില്ല, അവിടെ കിടക്കുന്ന ഓട്ടോ അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് എന്നൊക്കെ പറയേണ്ടതായ ആവശ്യമില്ല. അങ്ങനെ പറയേണ്ടതായ ആളുകൾ അവർക്കില്ല. ദൈവത്തിൻ്റെ രാജ്യം സമാധാനത്തോടു കൂടിയതാണ്. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുവാൻ പാടില്ല. ഞാൻ എപ്പോഴും അക്കാര്യം പറയാറുള്ളതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കണം. ചെറിയ വെട്ടുക്കിളി നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒരുമിച്ച് നിന്നാൽ എന്ത് പ്രവൃത്തിയും സാധിച്ചെടുക്കാം. ഒരുമിച്ച് നാം ചെയ്യുകയാണെങ്കിൽ എന്തും നേടിയെടുക്കാം. ഒരുവനായിട്ട് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്കങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നീ ചിന്തിക്കും. നിനക്കൊറ്റയ്ക്ക് ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. ഇത്രയും സഹായിക്കുന്ന ആളുകൾ, ഇത്രയും പ്രാർത്ഥനാ വീരന്മാർ, ഇത്രയും വിശ്വാസികൾ എനിക്ക് സഹായത്തിനായിട്ടുണ്ട്. കുറച്ചാളുകൾ സാമ്പത്തികമായി സഹായിക്കുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് ഇവയെല്ലാം മുൻപോട്ട് പോകുന്നത്. ഒരാളെ കൊണ്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ, നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവവേല മുൻപോട്ട് പോകാനിടയാകുന്നു. അതുപോലെ നമ്മുടെ രാജ്യത്തിലുള്ളതായ എല്ലാ ദൈവദാസന്മാരും, ക്രിസ്ത്യാനികളെല്ലാവരും, എല്ലാ സഭകളും, എല്ലാ സുവിശേഷകരും, നാം എല്ലാവരും ചേർന്ന് ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി പണി ചെയ്താൽ, അവന്റെ രാജ്യം പണിയാൻ ശ്രമിച്ചാൽ പണിയപ്പെടുവാനിടയാകുന്നു. ഇവിടെ ഈ വെട്ടുക്കിളി നമ്മെ പാഠം പഠിപ്പിക്കുകയാണ്. അടുത്തത് വായിക്കുക. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. പല്ലിയെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൻ്റെ കാലെത്രയുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയുമുള്ളൂ, വളരെ ചെറുതാണ്. വളരെ ചെറുതാണ്. അത്രയും ഉയരത്തിൽ അത് എങ്ങനെയാണ് കയറിപ്പോകുന്നത്? പല്ലികൾ എവിടെയാണ് ഇരിക്കുന്നത്?
അതൊരിക്കലും വീടിന്റെ താഴെ കൂടി നടക്കാൻ വേണ്ടിയല്ല ആഗ്രഹിക്കുന്നത്. അത് എവിടെയാണ് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? രാജാവിന്റെ രാജകൊട്ടാരത്തിൽ പോലും. അത് ആ കൊട്ടാരത്തിലെ ഏറ്റവും മുകൾ ഭാഗത്ത് പോയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. രാജാവിന്റെ അരമനകളിൽ അത് രാപ്പാർക്കുന്നു. രാജകൊട്ടാരത്തിൽ ഒരുപാട് സുരക്ഷിതത്വങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെ ഇത് അകത്ത് പ്രവേശിക്കുന്നു എന്നറിയാൻ കഴിയുന്നില്ല. എങ്ങനെ അത് മുകളിൽ കയറുന്നു എന്നറിയാൻ കഴിയുന്നില്ല. മുകളിലിരിക്കുന്നതായ പല്ലിയെ നിങ്ങളൊരു ചെറിയ വിറക് കൊണ്ട് തോണ്ടിയാൽ അത് താഴെ വീഴാനിടയാകും. അത് വീണിട്ട് അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടക്കുമോ? നിങ്ങൾ തിരിയുന്ന സമയം കൊണ്ട് അത് ഓടി രക്ഷപ്പെടും. വീണ്ടും നോക്കുമ്പോൾ അടുത്ത ദിവസം അത് മച്ചിന്റെ മുകളിൽ കയറിയിരിക്കുന്നതായിട്ട് കാണാം. അത് വീണാൽ അത് എഴുന്നേൽക്കാനിടയാകും. അതാണ് പല്ലിയെ കണ്ട് പഠിക്കുവാൻ വേണ്ടി പറയുന്നത്. പല്ലിയെ കണ്ട് പഠിക്കുക. അതിനൊരു ഉണർവുണ്ടായിരിക്കണം. സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, വിശ്വാസികളായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു തീക്ഷ്ണത ഉണ്ടായിരിക്കണം. കഷ്ടത അനുഭവിച്ചാലും ശരി, വീണാലും ശരി, പരാജയം സംഭവിച്ചാലും ശരി, എന്തെല്ലാം നിന്ദകൾ കടന്നു വന്നാലും ശരി, വീണ്ടും കയറണം, വീണ്ടും മുൻപോട്ട് പോകണം, വീണ്ടും മുന്നേറേണ്ടതാണ്. പല്ലികളെ കണ്ട് പഠിക്കുക. അത് രാജാവിന്റെ അരമനയിൽ വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ വേസ്റ്റ് കൊട്ടയിൽ കിടക്കുവാൻ അത് ആഗ്രഹിക്കുന്നില്ല. മാലിന്യത്തിൽ കിടക്കാനല്ല, രാജാവിന്റെ കൊട്ടാരത്തിൽ എനിക്ക് നിൽക്കണം. ഒരു വിശ്വാസിയുടെ ആഗ്രഹം എന്തായിരിക്കണം? എനിക്ക് സ്വർഗരാജ്യത്തിൽ വസിക്കണം. നാം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. സ്വർഗത്തിൽ പോകണമെങ്കിൽ ലിഫ്റ്റിൽ കയറിയാൽ പോകാൻ കഴിയില്ല. ലിഫ്റ്റിൽ കയറി സ്വർഗത്തിൽ പോകാമെന്നാണോ ചിന്തിക്കുന്നത്? സ്വർഗീയ വഴി ലിഫ്റ്റിന്റെ വഴിയല്ല. 7ാം നിലയിൽ കയറണമെങ്കിൽ ചില ബിൽഡിങ്ങുകളിൽ നാം പോവുകയാണ് എങ്കിൽ, ചില ബിൽഡിങ്ങുകൾ കാണുകയാണെങ്കിൽ വളരെ ഉയരമുള്ളതായിട്ട് 20-25 നിലയുള്ള കെട്ടിടങ്ങൾ നമുക്ക് സാധാരണ കാണാൻ കഴിയും. ലിഫ്റ്റിൽ കയറിയ 2-3 സെക്കൻഡ് കൊണ്ട് മുകളിൽ ചെല്ലുന്നത് കാണാം. നമ്മുടെ ലിഫ്റ്റ് പോലെയല്ല, സാധാരണ ലിഫ്റ്റിനേക്കാൾ സ്പീഡാണത്. 25ാമത്തെ നിലയിൽ സ്റ്റെപ്പ് വഴി പോകണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ ചെല്ലാൻ കഴിയുമോ? എന്താണ്? അമ്മോ, ഒരു നില നിങ്ങൾക്ക് കയറാം, 2ാമത്തെ നില കയറാം, 3ാമത്തെ നിലയിൽ കയറാം. എന്നാൽ 4ാമത്തെ നിലയിലേക്ക് കയറുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ ക്ഷീണിച്ച് നിൽക്കേണ്ടി വരും. വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. ഞാൻ 2010 ചെന്നൈയിലായിരുന്നതായ സമയത്ത് 3 നില കെട്ടിടത്തിൽ 3ാമത്തെ ഫ്ലോറിലായിരുന്നു താമസിച്ചത്. എല്ലാ ദിവസവും ഏകദേശം ഒരു 152ഓളം സ്റ്റെപ്പുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത്രത്തോളം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. എന്താണ്? ഇപ്പോൾ ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ നമ്മൾ നേരെ മുകളിൽ കൊണ്ടിറങ്ങും. അവിടെ നിന്ന് അടുത്ത ഫ്ലോറിലോട്ട് പോകും. അവിടെ നിന്ന് പിന്നെ ലിഫ്റ്റിൽ കയറും. അപ്പോൾ നിന്റെ ശരീരം വേർക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ ഫ്ലോറുകൾ സ്റ്റെപ്പിൽ കയറി ഇറങ്ങണം. അപ്പോൾ നിങ്ങളുടെ ശരീരം അനങ്ങും. കൊളസ്ട്രോൾ അലിഞ്ഞു പോകും. ലങ്സിന് നല്ല ഓക്സിജൻ, ബ്രെയിനിന് നല്ല ഓക്സിജൻ കിട്ടാനിടയാകും. ഇന്ന് കഷ്ടപ്പെടാതെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ല. സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ ലോകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും വേണം. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുകയാണ്. ലാസർ പാവപ്പെട്ട മനുഷ്യനായിരുന്നു, ദരിദ്രനായിരുന്നു. അവന്റെ ശരീരത്തിലെ മുറിവുകൾ നായ്ക്കൾ വന്ന് നക്കുവാനിടയായി. പാവപ്പെട്ട അവൻ മരിച്ചു. എന്നാൽ മരണശേഷം സ്വർഗീയ ദൂതന്മാർ വന്ന് സ്വർഗത്തിൽ കൊണ്ടുപോയി. അതുപോലെ ധനവാനായ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചു. അവനും മരിച്ചു. നരകദൂതന്മാർ വന്നിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോയി പാതാളത്തിൽ കിടന്നു. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ലാസറിനെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നോ അതോ ധനവാനെ പോലെ ആകാനാണ് ആഗ്രഹം എന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറയുകയാണ്, ടീച്ചറെ, ഈ ഭൂമിയിൽ ധനവാനെ പോലെയും അതുപോലെ സ്വർഗത്തിൽ ലാസറിനെ പോലെ ആകുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഭൂലോകത്തിൽ മാത്രം ധനവാനെ പോലെ ആയിരിക്കണം, എന്നാൽ മരണശേഷം എന്താണ്? അത് നടക്കില്ല. ഇടുക്കുവാതിലിൽ കൂടി തന്നെ അകത്ത് കടപ്പിൻ. ഇടുക്കമുള്ള വാതിൽ കൂടി കടക്കുന്നവർ കുറച്ചു പേരേ ഉള്ളൂ, അത് സ്വർഗത്തിലേക്ക് പോകുന്നു. വിശാലമായ വഴിയിൽ കൂടി കടക്കുന്നവർ അനേകരുണ്ട്, എന്നാൽ അതിൻ്റെ അന്ത്യം നാശമാണ്. എന്താണ്? നാം സ്വർഗത്തിൽ പോകാൻ കഷ്ടത അനുഭവിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ തൻ്റെ ശരീരത്തിന് ഫിറ്റ്നസ് സൂക്ഷിക്കാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു. ജിമ്മുകളിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടി എത്രത്തോളം അവരുടെ ആരോഗ്യ വിഷയത്തിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു.
അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിൽ മത്സരിക്കുന്നതായ വ്യക്തി എത്രത്തോളം തൻ്റെ ശരീരത്തെ, തൻ്റെ സൗന്ദര്യത്തെ കാത്തുസൂക്ഷിക്കുന്നു, ആഹാരത്തിൽ എത്രത്തോളം ചിട്ടയായ കാര്യങ്ങൾ പാലിച്ചു പോകുന്നു, അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ നിനക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എത്ര ചിട്ടയായി ജീവിക്കണം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പല്ലിയെ നോക്കുക. അവ നോക്കുമ്പോൾ ചെറിയൊരു ജീവിയാണ്, എന്നാൽ അത് മുകളിൽ കയറുവാൻ ഇടയാകുന്നു. എപ്പോഴും ഉയരത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നു. ഉയരത്തിലേക്ക് കടക്കാനുള്ളതായ തീക്ഷ്ണത അതിൻ്റെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. തീക്ഷ്ണതയില്ലാത്ത വ്യക്തികൾക്ക് ലോകത്തിൽ ഒന്നും തന്നെ നേടുവാൻ കഴിയില്ല. പലരും 10ാം ക്ലാസ്സിൽ തോറ്റുപോയാൽ അതോടുകൂടി പഠിത്തം നിർത്തുന്നവരാണ്. പോയെങ്കിൽ പോട്ടെ, വീണ്ടും എഴുതിയെടുക്കുക. സിവിൽസ് എഴുതാനിടയായി 3-4 പ്രാവശ്യം എഴുതി പരാജയപ്പെട്ടു, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കുന്നു. പരാജയങ്ങളെല്ലാം ഒരു സ്റ്റെപ്പിംഗ് ടൂൾസാണ്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് വിജയത്തിന്റെ അനുഭവമായിട്ട് മാറാനിടയാകും. അത് ഏത് വിഷയമാണെങ്കിലും, ഒരു ഇന്റർവ്യൂവിന് പാസ്സായില്ല എന്ന് പറഞ്ഞ് അയ്യോ എനിക്ക് ജോലി ലഭിക്കില്ല, അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറയരുത്. വീണ്ടും ശ്രമിക്കുക. വീണ്ടും നിങ്ങൾ തയ്യാറായി പോകണം. വീണ്ടും പോകണം, വീണ്ടും പരിശ്രമിക്കണം. ഈ പല്ലി എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ചില ട്രാൻസ്ലേഷനുകളിൽ അതിന് പകരം ചിലന്തി എന്നാണ് കാണുന്നത്. ചിലന്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല്ലിയെക്കാട്ടിൽ വളരെ ചെറുതാണ് ചില ചിലന്തി. അത് നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും കാണാം. ഈ ചെറിയ ചെറിയ ചിലന്തികളെ നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് സാധാരണ കാണാം. ഇഷ്ടത്തിന് കാണുവാനും കഴിയും. ആ ചിലന്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതായ ആ ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ വലിയ ഒരു വല നെയ്തെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ വലയൊക്കെ നെയ്തിട്ട് അത് കാത്തിരിക്കും. ആ വലയിൽ കുടുങ്ങുന്നതായ ചെറിയ പ്രാണികളെ, ഉറുമ്പുകളെ ഒക്കെ അത് കഴിക്കുവാൻ ഇടയാകും. ഈ സമയത്ത് നിങ്ങൾ വന്നിട്ട് അത് ചൂലുകൊണ്ട് തുടച്ചു കളയുകയാണെങ്കിൽ അത് വീണ്ടും വല നെയ്യാനിടയാകും. നിങ്ങൾ എത്രത്തോളം ആ വല നശിപ്പിച്ചോ, വീണ്ടും അത് ജീവനുള്ളിടത്തോളം കാലം, അത് ചാകുന്നതുവരെയും ആ വല അത് നെയ്തുകൊണ്ടേയിരിക്കും. അത് അതിൻ്റെ ജോലി മാറ്റിവെച്ച് ഇരിക്കുകയില്ല, അത് അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കാണാൻ കഴിയും. ഇവയെ കണ്ട് നാം പഠിക്കേണ്ടതാണ്. എൻ്റെ രാജ്യം പണിയുന്നതായ വേലയിൽ, എൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കേണ്ടുന്നതായ വിഷയത്തിൽ എത്ര തടസ്സങ്ങൾ സംഭവിച്ചാലും, എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഉപേക്ഷിക്കാൻ പാടില്ല. എന്നാൽ മനുഷ്യന് ആ ഒരു ആഗ്രഹമില്ല. ഇന്നുള്ള വ്യക്തികളെ നോക്കുക. ഒരു തവണ എക്സാമിൽ പരാജയപ്പെട്ടാൽ, ഒരിക്കൽ ബിസിനസ്സിൽ നഷ്ടം വന്ന് സംഭവിച്ചാൽ ഇനി ഞാൻ ചെയ്യത്തില്ല. ഒരു തവണ സൈക്കിളിൽ നിന്നൊന്ന് വീഴുകയാണെങ്കിൽ ഇനിയും ഞാൻ സൈക്കിൾ കയറില്ല എന്ന് പറയും. എന്നാൽ വീണാലും കൈയും കാലുമൊക്കെ മുറിഞ്ഞാലും, കൈകാലിലെ തൊലി പോയാലും വീണ്ടും നാം പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സൈക്കിൾ ചവിട്ടുവാൻ കഴിയുള്ളൂ. എന്നാൽ അതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ പോകുന്നതായ വിഷയത്തിലും നാം കഷ്ടത അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ വെറുതെ ഇരുന്നാൽ അത് ലഭിക്കുന്നതല്ല. ഇടുക്കമുള്ളതായ വാതിലിൽ കൂടി കടപ്പാൻ പോരാടുക. ഒരു പോരാട്ടം ആവശ്യമാണ്. ത്യാഗം ചെയ്യണം, പ്രയാസപ്പെടണം, പ്രതീക്ഷിക്കണം, പരിശ്രമം നടത്തണം. അപ്പോഴേ ക്രിസ്തുവിൻ്റെ സാദൃശ്യമായിട്ട് ഇഴുകിച്ചേരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ ചെറിയ ജീവികൾ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് നോക്കുക. ഉറുമ്പെന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ മടിയുള്ളവരായി തീരാൻ പാടില്ല, നമ്മൾ പ്രയത്നിക്കുന്നവരായിരിക്കണം. ആഹാരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഒരുക്കപ്പെടുക, സ്വർഗരാജ്യത്തിൽ പോകുവാൻ വേണ്ടി ഒരുക്കപ്പെടുക. അവസരമുള്ളപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ ഹൃദയത്തെ നിറച്ച് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. കുഴിമയിലുകൾ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ലോകത്തിൽ കഷ്ടതയുണ്ടാകുമ്പോൾ നിരാശപ്പെടേണ്ട. ലോകത്തിൽ പിശാച് നിങ്ങളെ എതിർക്കുമ്പോൾ, നിങ്ങൾക്കെതിരായിട്ട് തിരിയുന്നതായ സമയത്ത് നിങ്ങൾ അവനെ എതിർക്കുക, പിശാചിനോട് എതിർത്തു നിൽക്കുക. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയാകും എന്ന് വചനത്തിൽ പറയുന്നു. കഷ്ടതയുണ്ടായാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിയുക. പ്രതികൂലമുണ്ടായാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ തിരിയുക. ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിലും, ചില സമയത്ത് നമ്മൾ ആശിക്കുന്നത് പോലെ മറുപടി കിട്ടിയില്ലെങ്കിലും, അവൻ നമ്മെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു, മറന്നുപോയിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ പാടില്ല. ഉണർവോടുകൂടി പ്രാർത്ഥിക്കുക. ദൈവത്തോട് നിങ്ങൾ നിലവിളിക്കുക. ചിലർ പറയുന്നു, ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, ദൈവം മറുപടി തരുന്നില്ല. 3 വർഷമായിട്ട് കുഞ്ഞിനു വേണ്ടി അപേക്ഷിക്കുന്നു, ദൈവം മറുപടി തരുന്നില്ല എന്നൊരാൾ പറയാനിടയായി. അബ്രഹാം ഉദരഫലത്തിനു വേണ്ടി എത്ര വർഷം കാത്തിരുന്നു എന്നറിയാമോ? 25 വർഷങ്ങൾ.
75 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോഴാണ് അബ്രഹാമിന് വാഗ്ദത്തം ദൈവം കൊടുത്തത്, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന്. ഇസഹാക്ക് ജനിച്ചതായ സമയത്ത് അബ്രഹാമിന്റെ വയസ്സ് 100 വയസ്സായിരുന്നു. അത് നമുക്ക് കാണുവാൻ കഴിയും. 25 വർഷങ്ങൾ കാത്തിരിക്കുവാൻ ഇടയായി. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം എടുത്തു ചാടാറുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. തീർച്ചയായും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. യാക്കോബ് രാത്രി മുഴുവൻ ദൈവത്തിന് ദൂതനുമായിട്ട് പോരാടി, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ചില സമയത്ത് ഞാൻ ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളിൽ എന്തു ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, നീ എന്തു ചെയ്യുമെന്നോ എങ്ങനെ ചെയ്യുമെന്നോ എന്നെനിക്കറിയില്ല. എന്നാൽ തീർച്ചയായിട്ടും ഈ സഹോദരൻ്റെ മേൽ, ഈ സഹോദരിയുടെ മേൽ ഒരു വലിയ വിടുതൽ നീ നൽകുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എപ്പോൾ നടത്തണമെന്ന് എനിക്കറിയില്ല. ആ ദൈവം എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. നമ്മുടെ ഉദ്ദേശമായിരിക്കുകയില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. ഏലിയാവിനെ പോറ്റാൻ ഒരു ധനവാന്റെ വീട്ടിലേക്ക് ദൈവം പറഞ്ഞയച്ചില്ല. പ്രഭുവിൻ്റെ അരികിലേക്കാണ് അയച്ചത്. ധനവാന്റെ അരികിലേക്കാണോ അയച്ചത്? ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്തതായ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചു. അവരുടെ അവൻ്റെ കുറവും മാറ്റിക്കൊടുത്തു. എന്താണ്? ഏലിയാവിനെ തീറ്റുന്നതിന് വേണ്ടി ആനകളെയല്ല അയച്ചത്. മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന കാക്കയാണ് അയച്ചത്. കാക്ക ആഹാരം കൊണ്ടുകൊടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള അപ്പങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതാണ് കാക്ക. ശരിയല്ലേ? അങ്ങനെയുള്ള കാക്കയെ ഉപയോഗിച്ചുകൊണ്ട് രാവും പകലും ആഹാരം കൊണ്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ദൈവം ഉപയോഗിക്കുന്നതായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതികൾ, ദൈവത്തിൻ്റെ പ്രവർത്തന രീതികൾ ആലോചിച്ചു നോക്കുക. അതെത്രയോ അത്ഭുതകരമാണ്. ഇവിടെ ചെറിയ ജീവികളിൽ കൂടി വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ചിട്ടയോടെ ആയിരിക്കണം, തീക്ഷ്ണതയോടെ ആയിരിക്കണം. ഭവനത്തിൽ കുട്ടികൾ അനുസരണമുള്ളവരായിരിക്കണം. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ അച്ചടക്കത്തിൽ തന്നെ വളർത്തണം. വീട്ടിലെ ഇല്ലായ്മയിലും ദുരിതത്തിലും അവരും ഭാഗവാക്കാകണം. കുടുംബത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന വ്യക്തികളായിരിക്കണം. കുടുംബത്തിൽ ഐക്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി എല്ലാവരും വസിക്കണം. എന്നാൽ ഇന്നുള്ള മാതാപിതാക്കൾ മക്കളോട് തങ്ങളുടെ കഷ്ടതകളെക്കുറിച്ചോ ബുദ്ധിമുട്ടിനെക്കുറിച്ചോ ഒന്നും തന്നെ പങ്കുവയ്ക്കത്തില്ല. അവരെന്തു വിചാരിക്കും, എൻ്റെ കുഞ്ഞ് ദുഃഖിക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതിരിക്കും. അവസാനം ഒരു പ്രശ്നമുണ്ടാകുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൻ്റെ മരണശേഷം വീട്ടിലെ അലമാര തുറന്നു നോക്കിയപ്പോൾ അവിടെയിരിക്കുന്നത് വസ്തുവിൻ്റെ ആധാരമല്ല, മറിച്ച് ലോണിൻ്റെ പേപ്പേഴ്സാണ്. ഇപ്പോൾ മക്കളെല്ലാം കൂടി അടയ്ക്കണം. കഷ്ടതകൾ പങ്കുവയ്ക്കുക, വീട്ടിൽ എല്ലാവരും കൂടി ജോലി ചെയ്യുക, അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് പണികൾ ചെയ്യിപ്പിക്കുക. കുഞ്ഞുങ്ങൾ സുഖമായി AC റൂമിലിരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ആഹാരം പാകം ചെയ്തു കൊടുത്താൽ അവർക്കെങ്ങനെ ജീവിതം പഠിക്കുവാനായിട്ട് കഴിയും? നാളെ ഒരു കാലത്ത് അവരും വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. അതുമാത്രമല്ല, പണി ചെയ്യാത്ത ഒരുവൻ ആഹാരം കഴിക്കാൻ യോഗ്യനല്ല. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് നാം സമ്പാദിക്കുമ്പോൾ അതിനാണൊരു വില ഉണ്ടാകുന്നത്. കഷ്ടപ്പെടുവാൻ നാം പഠിക്കേണ്ടതാണ്. സുഖം അനുഭവിക്കാൻ പഠിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് ആസ്വദിക്കുവാൻ കഴിയും. എന്നാൽ കഷ്ടപ്പെടാൻ പഠിക്കേണ്ടതാണ്. ഉറുമ്പുകൾ രാവും പകലും കഷ്ടപ്പെടുന്നു, അത് വേനൽക്കാലത്ത് ആഹാരം ഒരുക്കി വയ്ക്കുന്നു. കുഴിമുയലുകൾ അത് കഷ്ടപ്പെടുന്നു, അതിൻ്റെ ജീവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം എത്രയോ പോരാട്ടം നടത്തുന്നു, കഷ്ടപ്പാട് അനുഭവിക്കുന്നു. അത് പാറയുടെ പിളർപ്പുകൾ തേടി അലയുന്നത് കാണാൻ കഴിയും. അതുപോലെ വെട്ടുക്കിളി നമ്മെ അച്ചടക്കം പഠിപ്പിക്കുന്നു. പല്ലിയെ സംബന്ധിച്ച് എത്ര തവണയത് വീണാലും വീണ്ടും ഉയരം കീഴടക്കാൻ അത് ആഗ്രഹിക്കുന്നു. ഈ ചെറിയ ജീവികൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് ഉന്നത നിലവാരത്തിൽ പോകാൻ കഴിയും. ഞാൻ ആദ്യമായിട്ട് എനിക്കന്ന് 17, 18, 19 വയസ്സുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി. അപ്പോൾ എനിക്ക് കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നും എൻ്റെ വായിൽ നിന്ന് വരുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം എന്നെ കളിയാക്കാനിടയായി. നീ എങ്ങനെ പാസ്റ്ററായിട്ട് മാറും, നീ എങ്ങനെ ഒരു പ്രസംഗകനാകും, ഒരു സാക്ഷ്യം പറയാൻ 10 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ പോലും നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കി. നോക്കൂ എന്തായിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത്? ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അവന് പാടാൻ അറിയത്തില്ല. പാടുന്നത് കഴുത കരയുന്നത് പോലെയാണ്, എന്നാണ് പാടുന്നത്. അവൻ പാടാൻ വേണ്ടി മൈക്കെടുത്താൽ പിന്നെ ഞങ്ങളെല്ലാവരും പറയും, അയ്യോ മോനെ, നീ ദയവ് ചെയ്ത് പാടരുതേ എന്ന്.
അവൻ എന്ത് ചെയ്യുന്നറിയുമോ? എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റിട്ട് അവിടെ കുറച്ച് ദൂരെ വലിയൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഉറക്കെ അവൻ പാടി പാട്ട് പഠിക്കുവാൻ ഇടയായി. എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കുവാൻ പറയും, ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നു. ആരാണ് ട്യൂട്ടറെന്ന് ചോദിച്ചാൽ പറയും, എനിക്ക് ട്യൂട്ടറും ടീച്ചറും ഒന്നുമില്ല, ഞാൻ സ്വയം പോയി പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ ശബ്ദം ഉയർത്തി അവൻ പോയി അവിടെ പാട്ട് പാടി അവൻ്റെ ശബ്ദം ക്ലിയറായിട്ട് അവൻ നല്ല രീതിയിൽ പാടുന്ന വ്യക്തിയായിട്ട് മാറി. എന്താണ്? ഒരിക്കൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കാതെ ഇരിക്കരുത്, പാടാതെ ഇരിക്കരുത്. ഒരു പ്രാവശ്യം പടം വരച്ച് ശരിയായില്ലെങ്കിൽ ഇതെന്താണ് പൊട്ടപ്പടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കണം. ആ പൊട്ടപ്പടമാണ് പിന്നീട് മനോഹരമാകുന്നതായ ചിത്രങ്ങളായി രൂപപ്പെടുന്നത്. നിന്റെ ജീവിതത്തിലെ ബലഹീനത ഏതാണ്? ഒരു നിമിഷം ചിന്തിക്കുക. ഏതാണ് നീ മടുത്തിട്ട് നിർത്തിക്കളഞ്ഞത്? ഒരു നിമിഷം ചിന്തിക്കുക. അത് നീ വീണ്ടും ആരംഭിക്കുക. അതിൽ നിന്നെ പ്രാവീണ്യനാക്കുവാൻ ദൈവം മതിയായവനാണ്. അത് ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പാപം ചെയ്യുന്നതിൽ അല്ലാതെ മറ്റൊരു കാര്യം ചെയ്യുന്നതിലും ലജ്ജിക്കേണ്ടതായ കാര്യം ഇല്ല. നീ എത്ര തവണ പരാജയപ്പെട്ടാലും ഇനിയും ഒരു സ്റ്റെപ്പ് കൂടി വെച്ചാൽ നിന്റെ ജീവിതത്തിൽ വിജയിക്കാനുള്ളതായ അവസരം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഡോണ്ട് ഗീവ് അപ്പ്. ഒരിക്കലും എന്നെക്കുറിച്ച് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള വാക്ക് ക്രിസ്ത്യാനിയുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകാൻ പാടില്ല. എനിക്കിത് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. ഞാൻ ബലഹീനനാണെങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തുവാനിടയാകും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ കുറച്ചു കാര്യങ്ങൾ ചെയ്യുമെന്നാണോ? എന്താണ്? ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലം ആരാണ്? ചെറിയ ജീവികൾ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്ന ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നാം അനുവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ, വലിയ പാഠങ്ങൾ നമുക്ക് അനുഭവിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. ദൈവം തന്നിരിക്കുന്ന കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നീ പറയും നിനക്ക് ഒരു ബുദ്ധിയുമില്ല എന്ന്. എന്നാൽ ശ്രദ്ധിക്കുക, ദൈവം ബുദ്ധിയില്ലാതെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നിന്റെ തലച്ചോറ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അത് മരവിച്ചിരിക്കുന്നത്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും അവരുടെ തലച്ചോറിൻ്റെ ശക്തിയുടെ 1% മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ തലച്ചോറിൻ്റെ ശക്തി ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കെന്താണ് പറ്റുന്നത്? നമുക്ക് അവസാനം 10th ക്ലാസ്സിൽ പോലും പഠിച്ച് പാസ്സാകുവാനായിട്ട് കഴിയുന്നില്ല. ചെറിയ വിഷയങ്ങൾ പോലും ചെയ്യുവാൻ കഴിയുന്നില്ല. ഓർക്കുക, ദൈവം ആർക്കും മണ്ണുകൊണ്ടുള്ള തലച്ചോറല്ല കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ശ്രേഷ്ഠമായ ജ്ഞാനവും ബുദ്ധിയും കൊടുത്തിട്ടുണ്ട്. കർത്താവ് പറയാണ്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം നൽകാം എന്നാണ് ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. ചെറിയ ജീവികളെ അത്രത്തോളം അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടിയായിട്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയോ ഇരട്ടി ജ്ഞാനം അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ജ്ഞാനിയായവൾ തൻ്റെ വീട് പണിയാനിടയാകും, തൻ്റെ കുടുംബം പണിയാനിടയാകും, തൻ്റെ ജീവിതത്തെ പണിയാനിടയാകും. ജ്ഞാനിയായ സ്ത്രീ ആത്മാക്കളെ രക്ഷിക്കാനിടയാകും. കർത്താവ് ജ്ഞാനിയായ ദൈവമാണ്. കർത്താവിൻ്റെ മറ്റൊരു പേര് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ജ്ഞാനമുള്ള ദൈവത്തിന് മറ്റൊരു പേരാണ് ജ്ഞാനം. ജ്ഞാനം വീതിയിൽ കൂടി വിളിച്ചു പറയുന്നു, എന്നാൽ ആരും കേൾക്കുന്നില്ല. എന്നാൽ ദൈവമുള്ളവർ ജ്ഞാനം സ്വീകരിക്കാനിടയാകും. പാവപ്പെട്ട സാധാരണക്കാരായ മീൻപിടുത്തക്കാരായിരുന്നതായ മനുഷ്യർ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവരുടെ ജീവിതം എങ്ങനെ മാറി? അവർക്ക് ഈ പാണ്ഡിത്യം എങ്ങനെയാണ് ലഭിച്ചത്? ഈ അറിവുകൾ എങ്ങനെയാണ് ലഭിച്ചത്? ഈ ഭാഷാജ്ഞാനം എങ്ങനെ ലഭിച്ചു? ഇത്ര നല്ലവണ്ണം എങ്ങനെ ഇവർ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് ജനം അതിശയിച്ചു. ഇവർ മീൻപിടുത്തക്കാരല്ലായിരുന്നോ? അവർ മനസ്സിലാക്കി, ഓഹോ, ഇവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നത് കൊണ്ട് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നു. നീ എത്ര സാധാരണ വ്യക്തിയാണെങ്കിലും അറിവില്ലാത്ത വ്യക്തിയാണെങ്കിലും യേശുവിനെ നിന്റെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം ജ്ഞാനമുള്ളതായിട്ട് അർത്ഥമുള്ളതായിട്ട് മാറുവാൻ ഇടയാകും. കർത്താവിനോട് ചോദിക്കാം, നമ്മുടെ വീടിനെ ക്രമപ്പെടുത്തുവാൻ വേണ്ടി, നമ്മുടെ കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ജ്ഞാനം നൽകുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തെ സമൃദ്ധിയോടെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ളതായ ജ്ഞാനം കർത്താവിനോട് ചോദിക്കാം. കർത്താവ് നമുക്ക് നൽകുവാനിടയാകും. നിന്റെ ജ്ഞാനവും നിന്റെ ഭാര്യയുടെ ജ്ഞാനവും ഒരുമിച്ച് പ്രവർത്തിക്കണം. സഭയിലുള്ള ദൈവദാസന്മാരും സഭാവിശ്വാസികളും ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഞങ്ങൾ ഓർഡർ ചെയ്യുന്നവരും നിങ്ങൾ ചെയ്യുന്ന ആളുകളും അല്ല ഇവിടെ.
ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്നവരും നിങ്ങളിരുന്ന് കേൾക്കുന്ന ആളുകളുമല്ല, ഇവിടെ ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ചാണ് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതോർക്കണം. കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ചാണ് നാം മുൻപോട്ട് പരിശ്രമിക്കുന്നത്. നാം എല്ലാവരും ഒരുമിച്ച് തന്നെ കാര്യം ചെയ്യണം. അവിടെ വചനം പറയുന്ന ആളുകൾ, അതുപോലെ പാട്ടുകൾ പാടുന്നവർ, വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഓരോ ഭവനത്തിലുമുള്ളതായ അപ്പനും അമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ, നാം എല്ലാവരും ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത്ഭുത കാര്യങ്ങൾ നടക്കുവാനിടയാകും. ഐക്യമത്യത്തോടെ ആയിരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ സംഭവിക്കും. ആദിമസഭയിൽ ഐക്യതയോടെ ജനമായിരുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കാനിടയായി. ഇന്നുള്ള സഭകളിൽ ഐക്യതയില്ലാത്തതുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നു, പരസ്പരം പിണങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ അധപ്പതിച്ചു പോകുന്നു. കുറ്റപ്പെടുത്തുക എന്ന കാര്യം നമ്മുടെ നാവിൽ വരുവാൻ പാടില്ല. സ്നേഹമുള്ളവർ കുറ്റം പറയുകയില്ല. ഏതെങ്കിലും അമ്മമാർ അവരുടെ മക്കളെ വിമർശിക്കാറുണ്ടോ? ആരെങ്കിലും വിമർശിച്ചാൽ പറയും, പോട്ടെ, സാരമില്ല, കൊച്ചുകുട്ടിയല്ലേ. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോട് ആ മനോഭാവം കാണിക്കുക. സഭയിൽ വരുമ്പോൾ സഭാവിശ്വാസികളോട് ആ മനസ്സ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ബലഹീനമായിരിക്കുന്നതായ, ശക്തിയില്ലാത്തതായ ജീവികളെ ദൈവം ഇത്ര ശക്തമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ദൈവം ഇത്രയും അനുഗ്രഹവും ശക്തിയും നൽകിയിരിക്കുന്നതായ എന്നെയും നിങ്ങളെയും എത്രത്തോളം ഉപയോഗിക്കുവാൻ ഇടയാകും. നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഐക്യതയോടുകൂടി പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ രാജ്യത്തെ പണിയാം. പ്രാർത്ഥന. വെട്ടുക്കിളികൾക്ക് നേതാവില്ല, അധികാരികൾ ഇല്ല. എന്നാൽ അവ വളരെ അച്ചടക്കമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി ജീവിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അച്ചടക്കത്തോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പല്ലി ചെറിയൊരു ജീവിയായിരുന്നിട്ടും എത്രയോ തവണ അത് വീഴുന്നതായ സമയത്തും രാജകൊട്ടാരത്തിൻ്റെ അരമനകളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഉന്നതത്തിൽ വസിക്കാനുള്ള ആഗ്രഹം നൽകണമേ. ഞങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കുവാനോ ഞങ്ങൾക്ക് ഈ പാപത്തെ ജയിക്കുവാനോ ഒറ്റയ്ക്ക് കഴിയില്ല. ഞങ്ങളുടെ ജീവിതത്തിലുള്ളതായ നിരാശയെല്ലാം എടുത്തുമാറ്റുമാറാകണമേ കർത്താവേ. ഞങ്ങളുടെ മനസ്സിലെ വിഷാദത്തെ നീ എടുത്തുമാറ്റുമാറാകണമേ. ഞങ്ങൾ പരാജയപ്പെട്ടാലും വീണ്ടും ഞങ്ങൾ പരിശ്രമിക്കും, വീണ്ടും മുൻപോട്ട് പോകും, വീണാൽ ഞങ്ങൾ വീണ്ടും എഴുന്നേൽക്കും എന്നുള്ളതായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചില്ലെങ്കിലും പടിപടിയായി ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഈ ചെറിയ ജീവികൾ പഠിപ്പിക്കുന്നതായ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും വായി തുറന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം നീ ദർശിക്കണമേ. ആരുടെ ജീവിതത്തിലാണ് സാമ്പത്തിക നഷ്ടത്തിൽ വന്നിട്ട് കടബാധ്യതയിൽ പെട്ടുപോയിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്നത്, അവരെ നീ ദർശിക്കണമേ കർത്താവേ. അവരോട് മനസ്സലിയണമേ. പ്രത്യാശയോടുകൂടി, ആശയോടുകൂടി, വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനുള്ളതായ കൃപ, അതിനുള്ളതായ മനസ്സ് അവർക്കെല്ലാം കൊടുക്കണമേ അപ്പാ. ഞങ്ങളുടെ മധ്യയിൽ നീ ഉണ്ടല്ലോ. നിന്റെ ആണിപ്പഴുതുള്ളതായ കരം നീട്ടി ഇവിടെ പ്രാർത്ഥനയിൽ ഏകീഭവിച്ചിരിക്കുന്ന എല്ലാവർക്കും വിടുതൽ കൊടുക്കണമേ. ഇതായിരിക്കണം ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ അവസാനത്തെ ദിവസം. ഇതായിരിക്കണം ഞങ്ങളുടെ നിരാശയുടെ അവസാന ദിവസം. ഇതായിരിക്കണം ഞങ്ങളുടെ പരാജയത്തിൻ്റെ അവസാന ദിവസം. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളുടെ അവസാന ദിവസമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസം മുതൽ, ഈ ക്ഷണം മുതൽ തന്നെ ഒരു പുതിയ ചുവട് വയ്ക്കുവാൻ തക്കവണ്ണം ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വാഗ്ദത്തത്തോടുകൂടി, ആ വചനത്തോടുകൂടി ഇവിടെ നിന്ന് എല്ലാവരെയും അയക്കുമാറാകണമേ. നല്ല പോരാട്ടം പോരാടുന്നതിനു വേണ്ടി, ജീവപര്യന്തം വിശ്വസ്തനായിട്ട് നിൽക്കുവാനായി, ഞങ്ങളുടെ ഓട്ടം തികച്ച് വിശ്വാസം കാക്കുവാൻ, വിശ്വസ്തദാസനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ കർത്താവേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ